ഇടുക്കി ഇടമലക്കുടിയിലെ റേഷൻ കൊള്ളയിൽ ഗുരുതര കണ്ടെത്തലുമായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിയതിന്റെയോ വിതരണം ചെയ്തതിന്റെയോ രേഖകളില്ല. ഇടമലക്കുടിയിലെ റേഷൻ വിതരണത്തിൽ പൊതുവിതരണ വകുപ്പിലെ ജീവനക്കാർക്കും വീഴ്ചയെന്നും ഭക്ഷ്യ കമ്മീഷന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ 2 റേഷൻ കടകളിൽ നിന്നായി 65,000 കിലോ അരിയാണ് കാണാതായത്. ഇതിൽ ഇടുക്കി ജില്ലാ കളക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനിടെ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ റേഷൻ കടകളിൽ ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകളൊന്നും കണ്ടെത്താനായില്ല. റേഷൻ കട പ്രവർത്തിച്ചത് യാതൊരു മാനദണ്ഡവും പാലിക്കാതെയെന്നും കണ്ടെത്തൽ. സൊസൈറ്റി കൂടി റേഷൻ കട സന്ദർശിച്ചതിലും ആ പ്രദേശത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി കാണുന്നുണ്ട്. ഗിരിജൻ സൊസൈറ്റിയുടെ പേരിലാണ് ഈ 2 റേഷൻ കടകളും. ആ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ ഒട്ടും അഭികാമ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. റേഷൻ കട ലൈസൻസി ദേവികുളം ഗിരിജൻ സർവീസ് സൊസൈറ്റി സെക്രട്ടറി അഖിൽ ജോസിനെതിരെ നിയമ നടപടി ഉണ്ടാകും. ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ, റേഷനിംഗ് ഇൻസ്പെക്ടർമാർ എന്നിവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും കമ്മീഷൻ നിർദ്ദേശം നൽകി. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.